തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് മാത്രമെന്ന് VS സുനിൽകുമാർ. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മറുപടിയല്ല ഉണ്ടായതെന്നും രാഹുൽ ഗാന്ധി ഉയർത്തിയ വിഷയങ്ങളിലെ മെറിറ്റിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ പോയിട്ടില്ലെന്നും വിമർശനം. സ്ഥാനത്തിന് യോജിച്ച പ്രതികരണമല്ല സുരേഷ് ഗോപിയിൽ നിന്ന് ഉണ്ടായതെന്നും സുനിൽകുമാർ പ്രതികരിച്ചു. ഒരുപക്ഷെ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് അത്തരം തരം താഴ്ന്ന വാക്കുകളൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രശ്നമാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന് അത് യോജിക്കില്ല എന്നുള്ള കാര്യം പറയേണ്ടി വരും. അപ്പോൾ അത്തരം തരം താഴ്ന്ന രീതിയിൽ വാനരന്മാർ എന്ന വാക്കൊക്കെ ഒരു കേന്ദ്രമന്ത്രിയെ പോലെയുള്ള, ഞാൻ കേന്ദ്രമന്ത്രിയാണെന്ന് അഭിമാനിക്കുകയും കേന്ദ്രമന്ത്രിക്ക് ഒട്ടും യോജിക്കാത്ത തരം താഴ്ന്ന വാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തെ പറ്റി നന്നായി ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ഇതൊക്കെ തൃശ്ശൂർക്കാർക്ക് അപമാനമാണ്. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, ഈ വിഷയത്തിൽ, തൃശ്ശൂരിലെ വിഷയത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്ന ആൾ കൂടിയാണ് VS സുനിൽകുമാർ. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങളൊക്കെ കാണുമ്പോൾ ഈ ഇത്തരത്തിൽ പറഞ്ഞില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. കാരണം അദ്ദേഹം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു ചോദ്യത്തിലേക്കും കടന്നു വരാതെയാണ് ആ ഒരു വളഞ്ഞു ചുറ്റിയുള്ള ഒരു മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ കാര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകില്ല എന്ന് കൂടി കമ്മീഷൻ പറയുകയാണ്. രുചീഷ്, ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലും രാവിലെ സുരേഷ് ഗോപി നൽകിയ പ്രതികരണത്തിനുമൊക്കെ മറുപടിയായി സംസാരിക്കുകയായിരുന്നു VS സുനിൽകുമാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യക്തതയില്ലാത്ത വാർത്താ സമ്മേളനത്തെ കുറിച്ചാണ് അദ്ദേഹം ആദ്യം സംസാരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്നുള്ളതായിരുന്നു പ്രതികരണം. ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന മറുപടിയല്ല ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയ പ്രസ്താവന മാത്രമാണ് ഇന്ന് കമ്മീഷൻ നടത്തിയത്. രാഹുൽ ഗാന്ധി ഉയർത്തിയ വിഷയങ്ങളുടെ മെറിറ്റിലേക്ക് ചർച്ച ചെയ്യാൻ പോലും കമ്മീഷൻ തയ്യാറായിട്ടില്ല. രാജ്യത്ത് ഉയർന്നു വരുന്ന പരാതികളെ കുറിച്ചുള്ള വിഷയത്തിൽ മറുപടി പറയുന്നതിന് പകരം അത് ഒളിച്ചുകളി നടത്തുകയാണെന്നുള്ള നിലയിലാണ് പറയുന്നത്. തൃശൂർ മണ്ഡലത്തിലല്ലാത്ത ആളുകൾ മണ്ഡലത്തിലെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്തു എന്നാൽ അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും കമ്മീഷൻ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. രാവിലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇലക്ഷൻ കമ്മീഷനാണ് ഇക്കാര്യത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മറുപടി നൽകേണ്ടത് എന്നുള്ളതാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഒപ്പം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ വാനരന്മാർ എന്ന് വിളിച്ച് പരിഹസിക്കുക കൂടി ചെയ്തു. മന്ത്രിയുടെ വാക്കുകളെ തള്ളുകയാണ് സുനിൽകുമാർ പറയുന്നത്. സുനിൽകുമാർ വാനരൻ പ്രയോഗം കേന്ദ്രമന്ത്രിയുടെ തരം താഴ്ന്ന പ്രയോഗമാണ്. സ്ഥാനത്തിന് യോജിക്കുന്ന പ്രതികരണമല്ല സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വാനരന്മാർ എന്ന വാക്കൊക്കെ കേന്ദ്രമന്ത്രിമാർ വിളിക്കുന്നത് ശരിയല്ല. ഇരിക്കുന്ന സ്ഥാനത്തെ പറ്റി ചിന്തിക്കണം. സുരേഷ് ഗോപിയുടെ കേട്ടാൽ അറയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെന്നും രാത്രി കിടക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് അദ്ദേഹം ചിന്തിക്കണമെന്നുമാണ് സുനിൽകുമാർ ഇന്ന് നടത്തിയ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നത്. രുചീഷ്. ശരി ലെവിൻ.